നമസ്കാരം. ജനം ടിവിയും ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാഞ്ചജന്യം ഭാരതവും സംയുക്തമായി അവതരിപ്പിക്കുന്ന ശ്രീരാമ സാഗരത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. രാവണനും വിഭീഷണനും തമ്മിലുള്ള സംവാദമാണ് ഇന്ന്. സീതാദേവിയെ ശ്രീരാമനെ തിരികെ ഏൽപ്പിച്ച് ധർമ്മത്തിന്റെ പാത സ്വീകരിക്കണമെന്ന് വിഭീഷണൻ ആവർത്തിച്ച് ഉപദേശിക്കുന്നു. എന്നാൽ അഹങ്കാരവും അധികാരമോഹവും കൊണ്ട് അന്ധനായ രാവണൻ ആ ഉപദേശം തള്ളിക്കളയുകയും സ്വന്തം സഹോദരനെ തന്നെ അപമാനിച്ച് സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. ഈ സംവാദം ഒരു രാജാവിന്റെ പതനത്തിന്റെ തുടക്കമാണ്. ശത്രുവിന്റെ ശക്തിയല്ല, സ്വന്തം അഹങ്കാരമാണ് നമ്മെ നശിപ്പിക്കുന്നത് എന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. ധർമ്മത്തിനു വേണ്ടി സ്വന്തം ബന്ധങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറായ വിഭീഷണൻ സത്യത്തിന്റെയും നീതിയുടെയും പ്രതീകമായി രാമായണത്തിൽ എന്നും നിലനിൽക്കുന്നു. ശ്രീമദ് അധ്യാത്മ രാമായണത്തിൽ യുദ്ധകാന്ഡം, രാവണ വിഭീഷണ സംവാദം. ശ്രവിക്കാം രാമകഥാമാധുരി. അന്നേരമാഗതനായ വിഭീഷണൻ ധന്യൻ നിജാഗ്രജൻ തന്നെ വണങ്ങിനാൻ. തന്നരികത്തങ്ങിരുത്തി ദശാനനൻ ചൊന്നാൻ അവനോടു പഥ്യം വിഭീഷണൻ. രാക്ഷസാധീശ്വര വീരാ ദശാനന, കേൾക്കണമെന്നുടെ വാക്കുകൾ ഇന്നു നീ. നല്ലതു ചൊല്ലിടമെല്ലാവരും, തനിക്കുള്ളവരോടു ചൊല്ലുള്ള ബുധജനം. കല്യാണമെന്തു കുലത്തി നിന്നുള്ളതുമെല്ലാവരും ഒരുമിച്ചു ചിന്തിക്കണം. യുദ്ധത്തിനാരുള്ളതോർക്ക നീ, രാമനോടീ ത്രിലോകത്തിങ്കൽ നക്തഞ്ചരാധിപാ. മത്തനുന്മത്തൻ പ്രഹസ്തൻ വികടനും സുപ്തജ്ഞയജ്ഞാന്തകാദികളും തഥാ. കുംഭകർണൻ ജംബുമാലി പ്രജംഗനും, കുംഭൻ നികുംഭൻ അകമ്പനൻ കമ്പനൻ. വമ്പൻ മഹോദരനും മഹാപാർശ്വനും, കുംഭഹനും തൃശിരസ്തികായനും. ദേവാന്തകനും നരാന്തകനും, മറ്റു ദേവാരികൾ വജ്രദംഷ്ട്രാദിവീരരും. യൂപാക്ഷനും ശോണിതാക്ഷനും, പിന്നെ വിരൂപാക്ഷ ധൂമ്രാക്ഷനും മകരാക്ഷനും. ഇന്ദ്രനെ സംഗരെ ബന്ധിച്ച വീരനാം ഇന്ദ്രജിത്തിന്നു മാമല്ലവനോടെടോ. നേരെ പൊരുതു ജയിപ്പതിനാരുമേ ശ്രീരാമനോടു കരുതായിക മാനസേ. ശ്രീരാമനായതു മാനുഷനല്ല, കേളോരെന്നറിവാനുമാമല്ലൊരുവനും. ദേവേന്ദ്രനുമല്ല വഹ്നിയുമല്ലവൻ, വൈവസ്വതനും നിർഹൃതിയുമല്ല കേൾ. പാശിയുമല്ല ജഗൽ പ്രാണനല്ല, വിത്തേശനുമല്ല വനീശാനുമല്ല. വേധാവുമല്ല ഭുജംഗാധിപനുമല്ലാദിത്യരുദ്രവസുക്കളുമല്ലവൻ. സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ, മോക്ഷദൻ സൃഷ്ടിസ്ഥിതിലയാകാരണൻ. മുന്നം ഹിരണ്യാക്ഷനെ കൊല ചെയ്തവൻ, പന്നിയായി മന്നിടം പാലിച്ചു കൊള്ളുവാൻ. പിന്നെ നരസിംഹരൂപം ധരിച്ചിട്ടു കൊന്നു ഹിരണ്യകശിപുവാം വീരനേ. ലോകൈകനായകൻ വാമനമൂർത്തിയായി ലോകത്രയം ബലിയോടു വാങ്ങിയിടിനാൻ. കൊന്നാനിരൂപത്തൊരു തുടരാമനായി മന്നവന്മാരെ യസുരാംശമാകയാൽ. അന്നസുരരെയൊക്കെ ഒടുക്കുവാൻ മന്നിലവതരിച്ചിടും ജഗന്മയൻ.
ഇന്നു ദശരഥ പുത്രനായി വന്നിതു നിന്നെ ഒടുക്കുവാനെന്നറിഞ്ഞിടു നീ. നിത്യസങ്കൽപ്പനാമീശ്വരൻ തന്മതം മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം. എങ്കിലെന്തെന്നു പറയുന്നതെന്നൊരു ശങ്കയുണ്ടാകിലതെന്നു ചൊല്ലിടുവൻ. സേവിപ്പവർക്കഭയത്തെ കൊടുപ്പൊരു ദേവനവൻ കരുണാകരൻ കേവലൻ. ഭക്തപ്രിയൻ പരമൻ പരമേശ്വരൻ ഭുക്തിയും മുക്തിയും നൽകും ജനാർദ്ദനൻ. ആശ്രിതവത്സലനംബുജലോചനനീശ്വരനിന്ദിരാവല്ലഭൻ കേശവൻ. ഭക്തിയോടും തൻ തിരുവടിതൻ പദം നിത്യമായി സേവിച്ചു കൊൾകമടിയാതെ. മൈഥിലി ദേവിയെ കൊണ്ടു കൊടുത്തു തൽപാദാംബുജത്തിൽ നമസ്കരിച്ചിടുക. കൈ തൊഴുതാശു രക്ഷിക്കെന്നു ചൊല്ലിയാൽ ചെയ്തപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ. തൻ പദം നൽകിയിടുമേവനും നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും. കാടകം പൂക്ക നേരത്തതീ ബാലകൻ താടകയെ കൊല ചെയ്താനൊരമ്പിനാൽ. കൗശികൻ തന്നുടെ യാഗരക്ഷാർത്ഥമായി നാശം സുബാഹു മുഖ്യന്മാർക്കു നൽകിനാൻ. തൃക്കാലടി വച്ചു കല്ലാമഹല്യയ്ക്കു ദുഷ്കൃതമെല്ലാം ഒടുക്കിയതോർക്ക നീ. ത്രയംബകം വില്ലു ഖണ്ഡിച്ചു സീതയാം മയ്യൽ മിഴിയോളയും കൊണ്ടുപോകുമ്പോൾ മാർഗമധ്യേ കുഠാരായുധനാക്കിയ ഭാർഗവൻ തന്നെ ജയിച്ചതദ്ഭുതം. പിന്നെ വിരാധനെ കൊന്നു കളഞ്ഞതും ചിന്ന ഖരാദികളെ കൊല ചെയ്തതും ഉന്നതനാകിയ ബാലിയെ കൊന്നതും മന്നവനാകിയ രാഘവനല്ലയോ. മലയാള ഭാഷയ്ക്ക് ശാശ്വതമായ അടിത്തറ പാകിയ മഹാകവിയാണ് തുഞ്ചത്തെഴുത്തച്ഛൻ. മലയാള സാഹിത്യത്തിന്റെ പിതാവായി ആദരിക്കപ്പെടുന്ന അദ്ദേഹം ലളിതവും മനോഹരവുമായ ഭാഷയിൽ അധ്യാത്മ രാമായണവും മഹാഭാരതവും ജനങ്ങളിലേക്ക് എത്തിച്ചു. അദ്ദേഹത്തിന്റെ കൃതികൾ മലയാള ഭാഷയെ ജനകീയമാക്കുകയും ഭക്തിയും ധാർമ്മിക മൂല്യങ്ങളും സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. എഴുത്തച്ഛന്റെ സാഹിത്യ സമ്പത്ത് ഇന്നും മലയാളത്തിന്റെ അഭിമാനമാണ്. ഭാഷയോടുള്ള സ്നേഹത്തിന്റെയും സംസ്കാരത്തിന്റെയും ആത്മീയ പാരമ്പര്യത്തിന്റെയും പ്രകാശസ്തംഭമായി അത് തലമുറകളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എഴുത്തച്ഛനും മലയാളവും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഡോക്ടർ ജ്യോത്സ്ന ജി നമ്മളോട് സംസാരിക്കുന്നത്. കാണാം രാമാനന്ദം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എഴുത്തച്ഛനെ മലയാള ഭാഷയുടെ പിതാവായിട്ടാണ് നമ്മൾ അറിയുന്നത്. ഏതെങ്കിലും ഒരു ഭാഷയ്ക്ക് ഒരു പിതൃത്വം കൽപ്പിച്ചു നൽകാൻ സാധിക്കുമോ? ഒരിക്കലും മലയാള ഭാഷ ഉണ്ടാക്കിയത് എഴുത്തച്ഛനാണ് എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് സാധിക്കില്ല. പിന്നെ എങ്ങനെയായിരിക്കും മലയാള ഭാഷയ്ക്കൊരു പിതാവുണ്ടായത്? തീർച്ചയായിട്ടും മലയാള ഭാഷ എഴുത്തച്ഛൻ്റെ മുൻപുള്ളതും ശേഷമുള്ളതും എടുത്ത് പരിശോധിച്ചാൽ ഈ കാര്യം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. സംസ്കൃതത്തിൻ്റെ എല്ലാ നന്മകളെയും മലയാളത്തിലേക്ക് പറിച്ചു നട്ടുകൊണ്ട് ഒരു പുതിയ ഭാഷാ സംസ്കാരത്തിന് രൂപം നൽകി എന്നുള്ളതാണ് എഴുത്തച്ഛൻ്റെ ഏറ്റവും പ്രധാനമായ സവിശേഷത എന്ന് പറയുന്നത്. അധ്യാത്മരാമായണം കിളിപ്പാട്ട് എടുത്തു പരിശോധിച്ചാൽ ശ്രീരാമ രാമ രാമ എന്ന് തുടങ്ങിക്കൊണ്ട് വളരെ മനോഹരമായ ഈരടികളോടെ രാമനാമത്തിലൂടെ നമ്മളെ പ്രചോദിപ്പിച്ചുകൊണ്ട് ഒരല്പം മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് മറ്റൊരു ഭാഷാരൂപമാണ്. അതായത് സുരസംഹതിപതി തദനു സ്വാഹാപതി വരദൻ പിതൃപതി നിർതി ജലപതി തരസാ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി സുരവാഹിനീപതി പ്രമഥ ഭൂതപതി.
ഇതിൽ എത്ര മലയാള പദങ്ങളുണ്ട്? ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പല സന്ദർഭങ്ങളിലും സംസ്കൃത ഭാഷയിലെ പ്രത്യയങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് സംസ്കൃത ഭാഷാ പദങ്ങളിലേക്ക് മലയാള ഭാഷയുടെ പ്രത്യയങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ഭാഷാ സംസ്കാരത്തിന് രൂപം നൽകുകയും എന്നാൽ അതേസമയം മലയാള ഭാഷയുടെ എല്ലാ മനോഹാരിതയും അതേപോലെ നിലനിർത്തിക്കൊണ്ട് തനി മലയാളത്തിൽ അതുവരെ നിലവിലുണ്ടായിരുന്ന അടയെ, വിരയ, ഇകൽ, മയ്യൽ തുടങ്ങിയ വളരെ എഴുത്തച്ഛൻ്റെ കാലഘട്ടത്തിന് മുൻപുണ്ടായിരുന്ന സാമാന്യ മലയാളത്തെ മനോഹരമായിട്ട് ഈ കാവ്യം പ്രയോജനപ്പെടുത്തുന്നത് നമുക്ക് കാണാം. തന്നെയല്ല, സംസ്കൃത ഭാഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ ശബ്ദത്തിനും ഒരുപാട് അർത്ഥതലങ്ങളിലേക്ക് വ്യാപരിക്കാനുള്ള ഒരു കഴിവുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഹരി എന്ന ശബ്ദത്തിന് 14 അർത്ഥങ്ങളുണ്ട്. ഇങ്ങനെ പല ശബ്ദങ്ങൾക്കും പല അർത്ഥങ്ങളുണ്ട്. നമ്മളിതിനെ നാനാർത്ഥങ്ങൾ എന്ന തരത്തിലാണ് നമ്മളിതിനെ പറയാറുള്ളത്. പക്ഷേ ഈ നാനാർത്ഥങ്ങളെ ഒരേ സ്ഥലത്ത് സംയോജിപ്പിച്ചുകൊണ്ട് കാവ്യരചന നടത്തുക എന്നുള്ളത് സംസ്കൃത ഭാഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. നാരായണീയം പോലെയുള്ള ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, തവൈവശേഷേ ഭണിരാജിശേഷേ ജലൈകശേഷേ ഭുവനേസ്മശേഷേ ആനന്ദസാന്ദ്രാനുഭവസ്വരൂപ സ്വയോഗനിദ്രാ പരിമുദ്രിതാത്മാ. ഈ ശ്ലോകത്തിൽ, നാരായണീയത്തിലെ ശ്ലോകമാണിത്, ഈ ശ്ലോകത്തിൽ തവൈവശേഷേ എന്ന് പറയുന്ന ശേഷശബ്ദത്തിന് അംശാവതാരം എന്നർത്ഥം. ഭണിരാജിശേഷേ, അവിടെ ശേഷശബ്ദത്തിന് ആദിശേഷൻ എന്നർത്ഥം. ജലൈകശേഷേ, ശേഷശബ്ദത്തിന് അവശിഷ്ടേ, അവശേഷിച്ചപ്പോൾ എന്നർത്ഥം. ഭുവനേസ്മശേഷേ എന്നിടത്തുള്ള ശേഷശബ്ദത്തിന് കിടന്നു എന്നർത്ഥം. ഇങ്ങനെ വ്യത്യസ്തമായ അർത്ഥങ്ങളിലുള്ള നാമപദങ്ങളും ക്രിയാപദങ്ങളുമായി ഒരേ ശബ്ദത്തെ ഒരേ സ്ഥലത്ത് ഉപയോഗിച്ചുകൊണ്ട് കാവ്യകഥനം ചെയ്യുക എന്നുള്ളത് സംസ്കൃതത്തിൻ്റെ രീതിയാണ്. ഇത് എഴുത്തച്ഛൻ മലയാളത്തിലേക്ക് അഥവാ രാമായണത്തിലേക്ക് സന്നിവേശിപ്പിച്ചത് ശ്രദ്ധിക്കൂ. തത്കാലേ ഹരിപ്രമുഖന്മാരാം വിബുധന്മാർ ഒക്കവേ ഹരിരൂപധാരികളായാരല്ലോ. ഇവിടെ ആദ്യത്തെ ഹരിശബ്ദത്തിന് ഇന്ദ്രൻ എന്നർത്ഥം, രണ്ടാമത്തെ ഹരിശബ്ദത്തിന് കുരങ്ങൻ എന്നർത്ഥം. ഇതുപോലെ ഭൂതി പരിപൂർണമായൊരു ലങ്കയും ഭൂതി പരിപൂർണമായി തരക്ഷണാൽ. ഒരേ ശബ്ദത്തെ, ഒരേ ആനുപൂർവിയുള്ള ശബ്ദത്തെ വ്യത്യസ്ത അർത്ഥങ്ങളിൽ ഒരേ സ്ഥലത്ത് ഉപയോഗിക്കുക. അതായത് ഇവിടെ ആദ്യത്തെ ഭൂതി ശബ്ദത്തിന് ഐശ്വര്യം എന്നർത്ഥം, രണ്ടാമത്തെ ഭൂതി ശബ്ദത്തിന് ഒരു ചാരം എന്നർത്ഥം. അതായത് ഐശ്വര്യപൂർണമായ ലങ്ക ഒരു പിടി ചാരമായി മാറി എന്നർത്ഥം. ഇങ്ങനെ സംസ്കൃതത്തിലെ കാവ്യ സംസ്കാരത്തെ അഥവാ സംസ്കൃതത്തിലെ പദങ്ങളുടെ അർത്ഥവിശേഷത്തെ മലയാളത്തിലേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ട് തൻ്റെ കാവ്യത്തെ സംസ്കൃതത്തിൻ്റെ ദിശയിലൂടെ കൂടി കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നുള്ളത് എഴുത്തച്ഛൻ്റെ ഏറ്റവും പ്രധാനമായ പ്രത്യേകതയായിട്ട് നമുക്ക് കാണാം. മൂലഗ്രന്ഥകാരനും കിളിപ്പാട്ടുകാരനും കൂടി തട്ടിച്ചു നോക്കുമ്പോൾ മൂലഗ്രന്ഥകാരൻ്റെ പദവൈചിത്ര്യം കിളിപ്പാട്ടുകാരനിൽ ഒരു ഇരട്ടിയായി വർദ്ധിക്കുന്നത്, അതായത് സരസ്വതി കടാക്ഷം ഇരട്ടിയായി വർദ്ധിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സംസ്കൃത ഭാഷ തൻ സ്വാഭാവികോജസ്സും സാക്ഷാൽ തമിഴിൻ്റെ മാധുര്യവും ഒത്തുചേർന്നുള്ളൊരു ഭാഷയാണ് എൻ ഭാഷ എന്ന് പ്രഖ്യാപിക്കാൻ ഈ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലൂടെ എഴുത്തച്ഛന് സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തെ ഭാഷാ പിതാവായിട്ട് ഉയർത്തി എന്ന് നമുക്ക് തീർച്ചയായും കണക്കാക്കാം. നമസ്കാരം. ഭക്ത ഹനുമാൻ എന്ന ചലച്ചിത്രത്തിന് വേണ്ടി പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പിസാർ രചിച്ച് യശശരീരനായ വി ദക്ഷിണാമൂർത്തി സ്വാമി സംഗീതം നൽകി ഗാനഗന്ധർവൻ KJ യേശുദാസ് ആലപിച്ച രാമ 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 ലോകാഭിരാമ എന്ന ഗാനം നമുക്ക് വേണ്ടി ആലപിക്കുന്നത് ഭവ്യ. കാണാം രാമാനന്ദം. രാമ 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 ലോകാഭിരാമ രഘുരാമ രാമ രാമ ജയ ദശരഥേ രാമ. രാമ രാമ രാമ
महिमा विश्वगानमाय रामा मानवत्व महिमा विश्वगानमाय रामा मारुति तन हृदय पद्मनाळि चूडुം रामा निर्मलनाय चिन्मयनाय निस्तुलनाय മേവും ഉണ്മയായ നന്മയായ ധർമ്മപതേ രാമ 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 ലോകാഭിരാമ രഘുരാമ രാമ രാമ ജയ ദശരഥേ രാമ 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 ലോകാഭിരാമ രാമ 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 താടകയെ നിഗ്രഹിച്ചു താപസരെ കാത്തു ശാപശിലയിലൊന്നു തൊട്ടു പ്രാണപുഷ്പം പൂത്തു ശാപശിലയിലൊന്നു തൊട്ടു പ്രാണപുഷ്പം പൂത്തു വില്ലൊടിച്ചു വിജയമാർന്നു മൈഥിലിയെ വേട്ടു കാദശാസനം വരിച്ചു കാനനം കടന്നു രാമ 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 ലോകാഭിരാമ രഘുരാമ രാമ രാമ ജയ ദശരഥേ രാമ നമസ്തേ ജഗത്പദേ സീതാപദേ നമസ്തേ ദേവപദേ വേദപദേ രാമ 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 ലോകാഭിരാമ രാമ 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 രാമാനന്ദത്തിൽ അടുത്തതും ഒരു ഭക്തിഗാനമാണ്. ആലപിക്കുന്നത് ഇഷ. शुद्ध ब्रह्मपरात्पर राम कालात्मक परमेश्वर राम शुद्ध ब्रह्मपरात्पर राम कालात्मक परमेश्वर राम शेषतल्प सुख नेत्रित राम ब्रह्माद्यमर प्रार्थित राम शेषतल्प सुख नेत्रित राम ब्रह्माद्यमर प्रार्थित राम 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 जय राजा राम 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 जय सीता राम 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 जय राजा राम
ക്ഷീരസാഗരത്തിൽ നാളെ യുദ്ധകാന്ഡം, രാവണന്റെ പുറപ്പാട്. ലങ്കയിൽ യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങി. സഹോദരന്മാരെയും വീരസേനാനികളെയും നഷ്ടപ്പെട്ടിട്ടും അഹങ്കാരം കൈവിടാതെ രഥത്തിൽ കയറി രാവണൻ യുദ്ധഭൂമിയിലേക്ക് പുറപ്പെടുന്നു. ദശമുഖന്റെ പുറപ്പാട് ഒരു രാജാവിന്റെ യാത്ര മാത്രമായിരുന്നില്ല. ധർമ്മത്തിനെതിരായ അധർമ്മത്തിന്റെ അവസാന പോരാട്ടത്തിലേക്കുള്ള കാൽവെപ്പായിരുന്നു അത്. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? നമുക്ക് കാത്തിരിക്കാം. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.